നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ശിവസേനയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലുള്ള ചില MLA-മാരെ കൂടി BJP ചാക്കിട്ട് പിടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ വരുമ്പോൾ സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയും ആദിത്യ താക്കറെയും മാത്രമായി ആ ടീം ചുരുങ്ങുമല്ലോ എന്ന് പരിഹസിച്ചവർക്ക് ഉദ്ധവ് കൊടുത്ത മറുപടി ഇതാണ്: എന്ത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ കോൺഗ്രസിനെ വിട്ടു പോകില്ല. വേണ്ടി വന്നാൽ കോൺഗ്രസുമായി ലയനത്തിലേക്ക് ചർച്ചയാകും. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടം തന്നെ ഞങ്ങൾ കാഴ്ചവെക്കും. ഞങ്ങൾക്ക് അണികളുണ്ട്. നേതാക്കന്മാർ കൂട്ടത്തോടെ പോയി എന്ന് വിചാരിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം യഥാർത്ഥ ശിവസേന അല്ലാതാകുന്നില്ല. താൽക്കാലികമായ അധികാരത്തിൻ്റെ പിന്നിൽ പോകുന്ന, അതും എല്ലാ ആനുകൂല്യങ്ങളും ബാൽ താക്കറയിൽ നിന്നും പറ്റി ഒരു നാണവുമാനവുമില്ലാതെ BJPയും സംഘപരിവാറും ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ജനങ്ങൾ മറുപടി കൊടുക്കാതിരിക്കില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക വിജയം അത് യഥാർത്ഥ വിജയമാണോ? EVM-ൻ്റെ കള്ളക്കളികളും ഇലക്ഷൻ കമ്മീഷൻ്റെ ആനുകൂല്യങ്ങളും കൊണ്ട് വിജയിച്ചു വന്നതാണ്. 48-ൽ 30 സീറ്റുകൾ ജയിച്ച ഇന്ത്യ സഖ്യം എങ്ങനെയാണ് 5 മാസത്തിനുള്ളിൽ പരാജിതരായത്? എങ്ങനെയാണ് ശിവസേനയുടെ പിളർപ്പാരംഭിച്ചത്? എന്തിനാണ് ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി BJPയുമായി ടൈഅപ്പ് ഉണ്ടാക്കിയത്? ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമായിരുന്നെങ്കിൽ തന്നോട് പറയാമായിരുന്നല്ലോ എന്ന് ഉദ്ധവ് താക്കറെ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് BJP അധിക നാൾ ഏകനാഥ് ഷിൻഡെയെ സ്വീകരിച്ചിരുത്തുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? ബീഹാറിൽ എന്താണ് പറ്റിയത്? മഹാരാഷ്ട്രയിൽ എന്താണ് പറ്റിയത്? രണ്ടിടത്തും 8ൻ്റെ പണിയല്ലേ സഖ്യകക്ഷികൾക്ക് കൊടുത്തത്. ഷിൻഡെയും ഇതുപോലെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. തൻ്റെ പിതാവ് കെട്ടിപ്പടുത്തുയർത്തിയ ഈ മഹാപ്രസ്ഥാനത്തെ 4 കാശിന് BJPക്ക് വേണ്ടി ശിവസേന പിളർത്തിയെടുത്ത് 2 സീറ്റും 4 വോട്ടും അധികം കിട്ടാൻ വേണ്ടി ഏകനാഥ് ഷിൻഡെ കള്ളക്കളി കളിച്ച കാര്യം മറാത്തികൾ മറക്കില്ല. മറാത്തികൾ ഷിൻഡെയെ കണക്കിന് കൊടുക്കുന്ന ഒരു ദിവസം വരും. അത് വിദൂരമല്ല എന്ന് സഞ്ജയ് റാവത്ത് ആവർത്തിച്ച് പറയുന്നു. മുംബൈയിൽ ശിവസേന ശക്തമായി ഒരു യോഗം വിളിച്ചു ചേർക്കാൻ പോവുകയാണ്. ഭാവി പരിപാടികൾ കോൺഗ്രസുമായി ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത്. NCPയുടെ പിളർപ്പിന് ശേഷം ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വീണ്ടും കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുന്നു എന്ന വാർത്ത ശക്തമായി തന്നെ അവിടെ പരക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ ഒരിക്കലും NCPയുടെ പ്രധാന നേതാക്കൾ സുപ്രിയ സുലെ അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല. പക്ഷേ ഉടനടി അതുമുണ്ടാകും.